മച്ചാമാരെ തമ്മിൽ കണ്ടതുപോലെ തന്നെ കാശ്മീർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് വേറെ എവിടെയല്ല, നമ്മളെ കാശ്മീർ ടൂറിസ്റ്റ് സെന്ററിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല നിങ്ങളെല്ലാം താമസിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഡാലിലേക്ക് ഇവിടുന്ന് വെറും 10 മിനിറ്റ് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഈ ഒരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ഇതുപോലെ നല്ല അടിപൊളി ആപ്പിൾ ഗാർഡൻ, റെഡ് ആപ്പിൾ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ കാശ്മീരിലത്തെ നഷ്പതി ഉണ്ട്. അതിൻ്റെ ഒക്കെ നടുക്കായിട്ട് കാശ്മീരിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള ഫീലോട് കൂടി നിങ്ങൾ ഈ ഒരു കാശ്മീർ ചുറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്റ്റേ തിരഞ്ഞെടുക്കാവുന്നതാണ്. മാത്രമല്ല ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്റ്റേൻ്റെ ഉള്ളിലുള്ള നല്ല ഫെസിലിറ്റീസും നീറ്റ്നെസ്സും റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. കശ്മീർ വരുന്നവരിൽ കൂടുതൽ പേരും ആഗ്രഹിക്കുന്നതാണ് ഒരു ദിവസം കാശ്മീരുടെ വീട്ടിലൊന്ന് താമസിക്കണം, അവിടുത്തെ കൾച്ചർ, അവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. എങ്കിലും അച്ചാന്മാരെ നിങ്ങൾക്ക് പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ തന്നെയാണ് ഇത്. മാത്രമല്ല വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയായിട്ട് നല്ല അടിപൊളി ഗാർഡനൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഗ്രീൻ ആപ്പിളും നല്ല റെഡ് ആപ്പിളൊക്കെ ആ മരത്തിൽ നിന്ന് തന്നെ പറിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അതിന് മാത്രം നല്ല ഇഷ്ടം പോലെ ആപ്പിളൊക്കെ നിങ്ങൾക്ക് മുമ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ആപ്പിൾ മാത്രമല്ല അനാറും കിട്ടുന്നുണ്ട് ഇവിടെ. മുമ്പിൽ തന്നെ നല്ല ഗ്രീനറിയും പൂക്കളും അനാറും, അതുപോലെ കാശ്മീരിൽ ഫേമസ് ആയിട്ടുള്ള സവർജല്ലി പോലത്തെ വേറൊരു ഫ്രൂട്ടും കൂടിയുണ്ട്, നഷ്പതി എന്ന് പറയും. അതും ഈ ഒരു വീട്ടിൽ ഇഷ്ടംപോലെയുണ്ട്. ഇനി നമുക്ക് ഇവിടെയുള്ള റൂമിലേക്ക് കിടക്കാം. ഇത് വലിയൊരു ഹാളാണ്. നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ബെഡ് സ്പേസ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇനി 3 പേരൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ താമസിക്കാൻ പറ്റിയ നല്ല വ്യൂവോട് കൂടിയ ഒരു റൂമാണിത്. അറ്റാച്ച്ഡ് നല്ല വലിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്ത് നല്ല ആപ്പിളിൻ്റെയും നഷ്പതിയുടെയും അനാറിൻ്റെയും പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്യൂവും ഇവിടെ തന്നെയുണ്ട്. ഈ ഒരു റൂം സെറ്റാക്കിയിട്ടുള്ളത് ഒരു വലിയ കിങ് സൈസ് ബെഡും അതിനോട് അടുപ്പിച്ചിട്ട് തന്നെ എല്ലാ ഫർണിച്ചേഴ്സും കാര്യങ്ങളും ഒരു സിംഗിൾ ബെഡുമാണ് ഉള്ളത്. അതിൻ്റെ രണ്ടാമത്തേതിൻ്റെ ബാത്റൂമാണ് വളരെ നീറ്റ് ആൻഡ് ക്ലീനും ഹൈജീനായിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ 4ൽ കൂടുതൽ അടങ്ങുന്ന ഫാമിലി ഗ്രൂപ്പോ ബാച്ചിലർ ഗ്രൂപ്പോ ആണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന 2 വലിയ കിങ് സൈസ് ബെഡ് അടങ്ങിയ ഒരു അടിപൊളി റൂമാണ് ഇവിടെ. ഇവിടെ തന്നെ നിങ്ങൾക്ക് ബാൽക്കണിയും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ലെഷർ ടൈം പുറത്ത് വന്ന് നിന്ന് സംസാരിച്ച് നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ബാൽക്കണിയും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ട് വാട്ടറിനുള്ള സെറ്റപ്പും കാര്യങ്ങളും യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ് നമുക്ക് ഒരു റൂമിൽ കിട്ടുന്നത്. അടുത്തതായിട്ട് കപ്പിൾസിന് കൊടുക്കുന്ന ഡബിൾ ഷെയറിംഗ് റൂമാണ്. ഈ റൂമും വളരെ നീറ്റും എല്ലാ തരത്തിലുള്ള ഫർണിച്ചേഴ്സും ടിവിയും നല്ല വ്യൂവോട് കൂടിയാണ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു ഹോട്ടലിൽ വിൻ്ററിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ, വൈഫൈ, ഇലക്ട്രിക്കിൻ്റെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ MAP സെറ്റപ്പിലും റൂം ഇവിടെ അവൈലബിൾ ആണ്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറോട് കൂടിയാണ് ഓരോ റൂമും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. ഇനി ഇവിടുത്തെ ഹോട്ടൽ ലൊക്കേഷനെ പറ്റി പറയാനാണെങ്കിൽ ശ്രീനഗറിൽ സെൻറ്റർ തന്നെയായിട്ടാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ജമ്മുവിൽ നിന്ന് നിങ്ങൾ ശ്രീനഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ബസ് ഇറങ്ങുന്നിടക്കുന്ന വെറും നടക്കേണ്ട ദൂരം മാത്രമേ ഇവിടേക്കുള്ളൂ. ഡാൽ ലേക്കിലൊക്കെ ഈ ഒരു ഹോട്ടലിൽ നിന്ന് നടന്നിട്ട് തന്നെ പോകാൻ പറ്റുന്നതായിരിക്കും. മാത്രമല്ല ശ്രീനഗറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും ഇതിനെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടലിൽ താമസിച്ചു കൊണ്ട് തന്നെ വളരെ ചീപ്പായിട്ട് ബഡ്ജറ്റ് പാക്കേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ശ്രീനഗറിൽ കാശ്മീർ വരുമ്പോൾ വേണ്ട എല്ലാ ഹെൽപ്പും കാര്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.